ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു കുറുകിയ ചാറുള്ള അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 50 ഗ്രാം കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കുടം വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ അരമുറി സവാള ചേർത്താലും മതി. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു പിടി തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ കാണും. അത് അതിൻ്റെ വെള്ളമയം ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോവുകയൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി കറി വെക്കാനുള്ള ചട്ടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല, അവരവരുടെ ആവശ്യത്തിന് ഒഴിക്കാം. അതിലേക്ക് കൊച്ചുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 കൊച്ചുള്ളി എടുത്തിരിക്കുന്നത്, 4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചട്ടിയിലാവുമ്പോൾ അത് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ വഴറ്റിയെടുക്കാൻ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലെങ്കിൽ പകുതി സവാള ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. അതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇത് വഴറ്റി ഇത് എണ്ണ തെളിയുന്നത് വരെ ഇതെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് എണ്ണ തെളിയുന്ന ഒരു രീതിയിലായി കഴിയുമ്പോഴേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റൂ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം വറ്റി കുറുകി വരണം. കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 3 പീസ് കുടംപുളി ഞാൻ കുതിർത്ത് വെച്ചിരുന്നു അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച വെള്ളം ചേർത്താൽ മതി, ചെറിയ ചൂടുവെള്ളം. മീൻ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വെക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഏത് മീനിനും ഈ രീതിയിൽ കറി ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഈ സിമ്പിളായിട്ടുള്ള മീൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മീൻ ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങി ഇരിക്കുന്നത് മാത്രം ഒന്ന് സ്പാച്ചുല വല്ലം വെച്ചൊന്ന് താത്ത് കൊടുക്കണം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ആവശ്യത്തിന് ചാറ് കുറുകുന്നത് വരെ കുറുക്കിയെടുക്കാം. അതുപോലെ ഏത് മീൻ വെച്ചാലും നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തവിയിട്ട് ഇളക്കരുത്. പിന്നെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള മീനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സീ ഫുഡ് റെസിപ്പീസ് എന്ന് പറഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അടപ്പടച്ച് വെക്കാം. അടപ്പടച്ച് 2 മണിക്കൂറെങ്കിലും കഴിയാതെ ഇത് വിളമ്പരുത്. 2 മണി ഞാനിതൊരു 3-3.5 മണിക്കൂർ കഴിഞ്ഞ് എടുത്തതാണ്. കണ്ടോ, നമുക്കതൊന്ന് പ്ലേറ്റിലോട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല കുറുകിയ ചാറുള്ള നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.